ഞാൻ നിങ്ങൾക്ക് കേൾപ്പിക്കുന്നത് കാടിൻ്റെ സ്വരമാണ്. നടക്കാൻ ഇറങ്ങിയതാണ്. ദിസ് ഈസ് മ്യൂസിക് ടു ദ ഇയേഴ്സ്. നേച്ചറിൻ്റെ പാട്ടാണിത്. What do you call it? It is a cricket, no? It is in English cricket, no? Cricket, the insect. Cicala. Cicala is cricket or? No, cricket is a grillo. Cicala is another thing. I see. ഇതിന് ഇറ്റാലിയൻ ഇതൊരു ബാസ്കറ്റ്ബോൾ, ഇതൊരു ബാസ്കറ്റ്ബോൾ കോർട്ടാണ്. അപ്പോൾ ഇവിടെ വലിയൊരു പാർക്കാണ്. അയാൾ ഇവിടെ ഒരു കാര്യം നിക്ഷേപിച്ചിട്ടാണ് പോയത്. കാരണം ഇവിടെ ഇങ്ങനെ നിർബന്ധമാണ്. ഇതിനകത്ത് അയാളുടെ പട്ടിയുടെ പൂപ്പ് കൊണ്ടുപോയിട്ട് എല്ലാവരും പ്ലാസ്റ്റിക്കിലാക്കി ഇവിടെ കൊണ്ടുവന്നിടണമെന്നാണ്. ഇതിന് ഇറ്റാലിയനിൽ ചിക്കാല എന്നാണ് പറയുന്നത്. എന്ത് ബ്യൂട്ടിയാണ് അല്ലേ. രാവിലെ ഞാനിങ്ങനെ നടന്ന് ഇപ്പോൾ വെളുപ്പിനെയാണ്. കാരണം വെച്ചാൽ സൂര്യൻ എൻ്റെ പിന്നിലാണ്. ഇപ്പോൾ ലോങ് ആയിട്ടുള്ള ഇതാണ് കാണുന്നത്. വയനാട്ടിൽ ഇടുക്കിയിലൊക്കെ താമസിക്കുന്നവർക്ക് ഇതൊക്കെ നല്ല പരിചയമുള്ള സ്വരമായിരിക്കും. കാണാൻ കിട്ടണമെങ്കിൽ എവിടെയെങ്കിലും മരത്തിൽ നോക്കിയാൽ മതി. What a breeze. കാടിൻ്റെ സ്വരം. Riga. Riga. They have cut this part in order not to disturb the people. ഞാവൽപ്പഴം മാതിരി ഏതാണ്ട് ഒരു കായ ഇതിനകത്തുണ്ട്. താഴെ the camping, no? In America they had counted 80 casualties. The children. And most children. Because they had fathered really colonia. They were colony of children. No? Colony of children. Incredible. All the families must have grieved for the babies. ഇത് സ്കൂൾ ടൈമിൽ ഇതൊരു കുറേ ഏക്കേഴ്സ് ഓഫ് ലാൻഡ് ഉണ്ട്. അതിൽ ക്യാമ്പിംഗ് ഉണ്ട്. കണ്ടല്ലോ, അത് ടെൻറ്റ് ഉപയോഗിച്ചിട്ടുണ്ടാക്കിയതാണ്. പല സ്ഥലങ്ങളിൽ നിന്നുള്ള കുട്ടികളെയും കൊണ്ട് ടീച്ചർമാരൊക്കെ ഇവിടെ വരും. പാരൻസ് ഉണ്ടാകും. അപ്പോൾ അവരെ ഇവിടെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്ന ഫുട്ബോൾ എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഫുട്ബോള് അത് എല്ലാ ഗെയിംസും ഇവിടെ കളിപ്പിക്കും. അവർ കുട്ടികൾക്ക് നമ്മുടെ നാടുകളിലും ഇങ്ങനെ വിടാറുണ്ടല്ലോ നമ്മൾ, അതുപോലെ. ഈ മരത്തിലൊക്കെ നിറച്ചുണ്ട്. മരത്തിലിങ്ങനെ പറ്റിയിരിക്കുന്ന കാണാം. ഒന്നിനും കാണാൻ കിട്ടില്ല, മുകളിലാണ്. വീഡിയോ പിടിക്കാൻ കിട്ടുന്നില്ല. ഈ കാടൊക്കെ ഇവർ വെച്ച് പിടിപ്പിച്ചിട്ടുള്ളതാണ്, കാണുന്നുണ്ടല്ലോ. ഇതെല്ലാം അവർ കൊണ്ടുവന്ന ഒരു സ്ഥലങ്ങളിൽ പ്ലാന്റ് വളർത്തി അതിൻ്റെ
സീഡ്ലിങ് കൊണ്ടുവന്ന് കുഞ്ഞ് പ്ലാന്റ് ആയിരിക്കുമ്പോൾ നട്ട് അങ്ങനെയൊക്കെയാണ് വളർത്തുന്നതല്ല. ഇതൊന്നും ഇവിടെ ഉണ്ടായിരിക്കുന്നതല്ല, തന്നെത്താൻ ഉണ്ടായിരിക്കുന്നു. സി ഓൾ ദ പ്ലാന്റേഷൻസ് ഹസ് ബീൻ ലുക്ക് ഹിയർ ദ ലേസ് ഹാങ്ങിങ്. നമ്മുടെ നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ, ചീവീട് അലയ്ക്കുന്നതാണ് കലയ്ക്കുമെന്ന്. അത് തന്നെ സംഭവം, ഇതാണത്. കേട്ടല്ലോ. അതിൽ എൻ്റെ പേരും കൂടെ ചേർത്തോളൂ. നല്ലൊരാൾ പറഞ്ഞില്ലേ, വള എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞാൻ പറയുന്ന കേൾക്കാനല്ലേ നീ എൻ്റെ യൂട്യൂബ് ഓണാക്കുന്നത്. മനുഷ്യർക്ക് നമ്മളോടുള്ള അതൃപ്തി അറിയിക്കുന്ന ചില രീതികളാണ് അതൊക്കെ. ഞാൻ വെറുതെ യൂട്യൂബ് ഓൺ ചെയ്തിട്ട് കൈ കെട്ടി ഇടുന്ന വല്ല കാര്യമുണ്ടോ? പറയണ്ടേ എന്തെങ്കിലും? ഹല്ലേലൂയ. ഫോറസ്റ്റാണിത്, ഫോറസ്റ്റ്. ഈ ഫോറസ്റ്റിനപ്പുറത്തൊരു മതിലുണ്ട്. ആ മതിലിൻ്റെ അപ്പുറത്ത് ഞാനും ഒരു ദിവസം എത്തപ്പെടും. ഇവിടുത്തെ ഏറ്റവും വലിയ സിമിത്തേരിയാണ് അത്. കാട് കണ്ട. നമ്മുടെ നാട്ടിൽ ഇതിനകത്ത് ആന ഇപ്പം ഉണ്ടായേനെ, അല്ലെ പുലിയും ഉണ്ടായേനെ. അത്രയ്ക്ക് വലിയ കാടാണ്. ഒന്നും ഒളിച്ചിരുന്ന് നമ്മൾ കാണത്തില്ല. അതേ 2 ആൾ പൊക്കത്തിലുള്ള വള്ളിപ്പടർപ്പ്. അത് തന്നെ ഇത്. ഈ കാണുന്നത് പ്രിയപ്പെട്ടവരെ, ഈ ചുമന്ന പൂവ് കാണുന്നുണ്ടല്ലോ, അത് ഇവിടെ മുഴുവനും ഉണ്ട്. ഇത്ര സ്ഥലത്ത് മാത്രമേ അത് കാണുന്നുള്ളൂ. അത് എന്താണെന്ന് ചോദിച്ചാൽ അതാണ് പോപ്പി പ്ലാന്റ്സ് എന്ന് പറയും. അഫ്ഗാനിസ്ഥാനിൽ ഈ പോപ്പി ഒരു ഭയങ്കര ഇൻകമാണ് അവരുടേത്. അവരത് മയക്കുമരുന്നുണ്ടാക്കാനായിട്ട് ഇതാ കണ്ട, ഇതാണ് സംഭവം. ഇതാണ് ഇതിൻ്റെ മൂട്ടിലൊരു സാധനം വരും, അതിൻ്റെ പൂവിൻ്റെ അടിയിൽ, ആ പെറ്റൽസിന് താഴെ. അത് ഓപ്പൺ ചെയ്ത് അതിനകത്തുനിന്നൊരു കറ വരും. ആ കറ നമ്മുടെ കഞ്ചാവ് അവിടെ കൃഷി ചെയ്യുന്ന നമുക്കിതൊരു പോപ്പിയാണ്. പോപ്പി ഒരു പ്ലാന്റാണ്. ഇതിൽ ഈ പൂവുണ്ട്. പൂവിൻ്റെ പെറ്റൽസ് ഇരിക്കുന്ന ആ സ്ഥലമുണ്ടല്ലോ, അവിടെ ഇങ്ങനെ ഒരു കറ വരും. ആ കറ എടുത്തിട്ട് അവർ മയക്കുമരുന്ന് ഉണ്ടാക്കുന്നുണ്ട്. ലോക വിപണിയിൽ എല്ലായിടത്തും അത് ചെന്ന് ചേരുന്നുണ്ട്. എല്ലാവരും തന്നെ അത് ഉപയോഗിക്കുകയും ചെയ്യും. ആവശ്യമുള്ളവർ കിട്ടും. എല്ലാവരും അല്ല. നിലം ഇപ്പോഴും വളരെ നന്നായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. പൂക്കൾ കൊണ്ട് മനോഹരമായിട്ടുണ്ട്. ആകാശം വളരെ നീലയാണ്. ഈ യൂറോപ്യൻ, ഇത് നമ്മൾ കടൽ തീരത്ത് പോയി നിൽക്കുകയാണെങ്കിൽ ഒരു ക്ലൗഡ് പോലും കാണാതെ ക്രോസ് ദ റോഡ്. ഇതാണ് ഇവിടുത്തെ പ്രത്യേകത. ഇന്നലെ ഇവിടെ ഭയങ്കര മഴയായിരുന്നു, കൊടുങ്കാറ്റൊക്കെ ഉണ്ടായിരുന്നു. ഒത്തിരി മരങ്ങൾ വീണു. ഒരാളുടെ മേത്തോട്ട് മരച്ചില്ല വീണ് മരിച്ചുപോയി. ഒരു 61 വയസ്സുള്ള ഒരു ലേഡി. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നീല ആകാശമായതുകൊണ്ട് വെള്ളത്തിൻ്റെ റിഫ്ലക്ഷനും നീലയായിരിക്കും. ഒരു പുഴ പോലെ അവിടെ ഒഴുകുന്നുണ്ട്. അത് നിങ്ങളെ കാണിച്ചു തരാം. നടക്കാനായിട്ട് ഒത്തിരി പേര് ഇപ്പം വരുന്നുണ്ടല്ലോ. ഇതാ, ഇതിനേക്കാളും നല്ലത് ഇപ്പുറത്ത് പോയി കാണിക്കാം. ഇവിടെ കൺട്രോൾഡാണത്. കാണിച്ചു തരാം. ഈശോ, ഇതാ അതെ, ഈ വെള്ളം വീഴുന്നത് എത്ര കൺട്രോൾഡ് ആയിട്ടുള്ളതാണ്. മഴ അതിശക്തമായിട്ടുള്ള മഴയുണ്ടായിരുന്നു. ഇതിൻ്റെ അടിയിൽ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അടിയിൽ കൂടെ അങ്ങ് പുറത്തോട്ട് പോകാനാണ്. വളരെ മനോഹരമായിട്ടുള്ള ഒരു ദൃശ്യം തന്നെയാണ്. ആകാശം നീല കളറിലല്ല വെള്ളം. ആകാശത്തിൻ്റെ പ്രത്യേകത
ആ അങ്ങനെ നമ്മളെത്തി. ഇനിയും കുറച്ചും കൂടെ ഉണ്ട്, അതും കൂടെ കാണിച്ചിട്ട് നമുക്ക് now this will go because the storage is already full. ഞങ്ങളൊരു കപ്പിൾ സീ അസ് ദ ഷാഡോ ഇൻസൈഡ്. എന്താ ഇവിടുത്തെ ആൾക്കാർ എത്രമാത്രം ആക്റ്റീവാണെന്ന് വിചാരിച്ചോണം. എല്ലാവരും അങ്ങ് നടക്കാൻ പോയേക്കാം. നമ്മൾ തിന്നിട്ട് ടെലിവിഷനൊക്കെ കണ്ട് കുഴിമന്തിയും കുഴിച്ചോറും എല്ലാം തിന്നിട്ട് എവിടെയെങ്കിലും ഫോണും നോക്കിക്കൊണ്ടിരിക്കും. ഇവിടുത്തെ ആൾക്കാർ അങ്ങനെയല്ല. രാവിലെ അവർക്കൊരു സ്കെഡ്യൂളുണ്ട്. അത് വെച്ചിട്ട് അവർ വർക്ക് ചെയ്ത് അല്ലെങ്കിൽ ജിമ്മിൽ പോകും, എന്തെങ്കിലുമൊക്കെ നടക്കാൻ പോയി. നടക്കുന്നതന്നെ ഇപ്പോൾ എത്ര, ഞങ്ങളിപ്പോൾ ഒരു 3/4 മണിക്കൂറായി നടക്കുന്നു. കുർബാനയ്ക്ക് പോയി, അത് കഴിഞ്ഞ് കാപ്പിടിക്കാൻ പോയി, കാപ്പിടിയും കഴിഞ്ഞ് പാർക്കിൽ കൂടെ കയറി. ആളെന്നിട്ട് വൈകുന്നേരം ജിമ്മിൽ പോവുകയും ചെയ്യും കേട്ടോ. ഞാൻ പോകണില്ല. You are itching also, no? I'll give you that thing. No, I don't want to get used to doctor. No, you will see the difference immediately. I will scrub it on you. ഈ പ്ലാന്റ്സ് ഒക്കെ കണ്ടില്ലേ, ലൈനായിട്ട് വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത് കണ്ടില്ലേ, രണ്ട് സൈഡ്